വന്നപ്പോൾ കണ്ട പോലീസും ആൾക്കാരൊക്കെ നിറയെ നിൽക്കുന്നു. അപ്പോഴാണ് അറിയുന്നത് ഇവിടെ അയാളെ കൊണ്ടുവന്ന് അടക്കിയത്. 3:30 മണിക്കാണ് കർമ്മം നടത്തിയെന്ന് കൗൺസിലർ വിളിച്ച് ഇവൻ പറഞ്ഞു. ഈ രാജസേനൻ ഇവ ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഒരു കോവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയേണ്ടി വരും ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യണം. ഇത് കള്ളനോട്ടടിയെല്ലാം ഉണ്ടാകുന്ന ആർക്കും അറിയാം. ആർക്കും ചുരിദാറിട്ടൊന്നും വരാൻ പാടില്ല. കൊച്ചു പിള്ളേർക്ക് സാരി ഉടുക്കണം, അല്ലെങ്കിൽ പട്ടുപാടണം, ആണുങ്ങൾ ഉടുപ്പിട്ടോണ്ട് കയറാൻ പാടില്ല. ഈ കോവിലൊക്കെ ഇഷ്ടം പോലെ പൈസ കൊടുത്തു ഞങ്ങൾ. പൈസയും സിമന്റും പൂജയും എല്ലാം ഇഷ്ടം പോലെ. ആദ്യം സദ്യയും കാപ്പിയും പരിപാടി എല്ലാം. പിറ്റേ കമ്മിറ്റി അംഗങ്ങളെ അവരെ കണക്ക് കേട്ടു അവർ പറയില്ല. അങ്ങനെ കമ്മിറ്റി അംഗങ്ങളെ പറഞ്ഞിട്ട് 2-3 വർഷം കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്നു കോവിൽ. യുവമാര് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അയാൾ ചാവാൻ പോണതിന് മുമ്പേ പൂജ ചെയ്ത് പിന്നെ അവിടെ ചെന്ന് ഇരുത്തി കുളിപ്പിച്ച് അവിടെ കൊണ്ടിരുത്തിയെന്ന് അയാൾ ഇതൊന്നും സത്യമുള്ള കാര്യമില്ല. അയാൾ കിടപ്പാണ്. അയാൾ വെളിയിൽ സൂര്യോദയം കാണാൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ കിടന്ന ആളാണ് യുവമാര് പറയുന്നത്. ഒരു ചാവാൻ പോണ ഒരാളെ ഷുഗറിന്റെ ബിപിന്റെ ഗുളിക കഴിച്ചിട്ടാണ് ചാവണത്. ചാവാതിരിക്കല നമ്മൾ ഗുളിക കഴിക്കുന്നത്. അപ്പൊ ഇയാൾ അവിടെ ചെന്ന് കുളിക്കാതിരിക്കാൻ വേണ്ടി ഗുളിക കഴിച്ചോണ്ടാ പോകാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സാറേ